ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു സോയ കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ. ഹൈ പ്രോട്ടീൻ, ലോ കാർബാണ്, വെയിറ്റ് ലോസിന് പറ്റിയ സാധനമാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ കുറച്ച് സോയ എടുത്ത് അത് നല്ല ചൂടുവെള്ളത്തിൽ ഒഴിച്ച് ഇട്ട് വെക്കുകയാണ് സൈഡിലേക്ക്. പിന്നെ ഞാൻ എടുക്കുന്നത് മിക്സിയാണ്. മിക്സിയിലേക്ക് ഒരു മിളകും പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക്കും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ്. അധികം നേരം വേണ്ട, ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. ആ മിളകൊന്ന് ഇതാവാൻ, അല്ലെങ്കിൽ നമ്മൾ സോയയും കൂടി ഇടുമ്പോൾ ചിലപ്പോൾ അടിയില്ല. നെക്സ്റ്റ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സോയില്ലേ, അതൊരു 10 മിനിറ്റത്തോളം അറ്റ്ലീസ്റ്റ് ഇട്ട് വെക്കുക കേട്ടോ. അപ്പം നമ്മുടെ ആ സോയ നമ്മൾ ഒന്നുകൂടി വീർത്ത് വരും. അത് ഏകദേശം ഒരു 3/4 ഭാഗം കുക്കായ പോലെ ആവും കേട്ടോ. എന്നിട്ട് അത് നല്ലോണം വെള്ളം കളഞ്ഞിട്ട് അതും അതിലേക്ക് ഇടുക. പിന്നെ നമ്മൾ ഒരു അര സബോളയാണ് കേട്ടോ, ഹാഫ് സബോളയാണ് യൂസ് ചെയ്തത്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പകുതി ടീസ്പൂൺ മുളക് പൊടിയും, പകുതി ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി അതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നന്നായി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക, ഒരു കോഴ്സ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. നല്ല വെള്ളം പോലെ ആവരുത്, ജസ്റ്റ് ഒന്ന് പിടിച്ച നല്ല ഒരു പിടി കിട്ടുന്ന ആ ഒരു പിടിയാക്കാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ നിങ്ങൾ നിർത്തുക. ആ മിക്സ്ചർ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരു 2-3 സ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മുടെ മിക്സ്ചർ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് പിടിച്ചിട്ട് കിട്ടിയിട്ട് അത് അവിടെ നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇതെടുത്തിട്ട് ഞാനൊരു കയ്യിൽ ബോളാക്കിയിട്ട് പിന്നെ അതിനൊന്ന് നന്നായി ഒന്ന് പരത്തിയെടുത്ത് നമ്മൾ കട്ട്ലേറ്റ് പരുവത്തിലാക്കി എടുക്കുന്നത്. നമ്മൾ ഒന്നിലും മുക്കി പൊരിക്കണോ ഒന്നുമില്ല കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അങ്ങനെ വലിയ പാടൊന്നുമില്ല, നല്ല ടേസ്റ്റിയുമാണ്. നിങ്ങൾക്ക് ആ കട്ട്ലേറ്റിൻ്റെ ആ ടേസ്റ്റ് വരികയും ചെയ്യും. എന്നാൽ നമുക്ക് ആ എക്സ്ട്രാ വരുന്ന ആ ഫ്രൈ ചെയ്യുന്ന പ്രോസസ്സും നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഏകദേശം നമുക്ക് ആ ഒരു ഷേപ്പിലാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇച്ചിരി ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഈ ഒരു സോയ നമ്മൾ ഉണ്ടാക്കി വെച്ചത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ആക്കിയെടുക്കുക. നല്ല മീഡിയം ഹീറ്റിലിട്ടിട്ട് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ സോയ ഒരു കുറച്ചും കൂടി ഒന്ന് വെവാണ്ടല്ലോ, അപ്പോൾ അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് 2 സൈഡും നല്ലോണം വറുത്തെടുത്ത് നല്ല ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോൾ നിർത്തിയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് നല്ല ചൂടോടെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, ഹെൽത്തിയാണ്. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് അടിച്ചെടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.